പോലീസ് ആസ്ഥാനത്ത് DGP സെൻകുമാറിന്റെ പ്രതികാര നടപടി. താൽപര്യമില്ലാത്ത ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നു. കീഴ്വഴക്കം ലംഘിച്ച് DGP നേരിട്ടാണ് ഉത്തരവിൽ ഒപ്പിടുന്നത്. രഹസ്യ സ്വഭാവമുള്ള ഉത്തരവുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ 2 തവണ സ്ഥലം മാറ്റി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ തസ്തിക മാറ്റിയെന്നാരോപിച്ച് ജീവനക്കാരി ബീന ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകി. താൽപര്യമില്ലാത്ത ഉദ്യോഗസ്ഥരെ തുരുതുരാ സ്ഥലം മാറ്റിയാണ് DGP സെൻകുമാറിന്റെ പ്രതികാര നടപടി. അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ടി വിഭാഗത്തിന്റെ മേധാവി കുമാരി ബീനയെ ഇന്നലെ മാത്രം 2 തവണ സ്ഥലം മാറ്റി. പുറ്റിങ്ങൽ ജിഷ കേസുകളിലെ അന്വേഷണ ഫയലുകൾ വിവരാവകാശ പ്രകാരം ചിലർ ആവശ്യപ്പെട്ടിരുന്നു. സെൻകുമാറിന് വേണ്ടിയായിരുന്നു ഫയലുകൾ ആവശ്യപ്പെട്ടതെന്നാണ് സൂചന. ടി സെക്ഷനിലെ ഫയലുകൾ വിവരാവകാശ പ്രകാരം നൽകാനാകില്ല. ഫയലുകൾ നൽകില്ലെന്ന ഉറച്ച നിലപാട് ബീന സ്വീകരിച്ചതാണ് പ്രതികാര നടപടിക്ക് കാരണം. ബന്ധപ്പെട്ട സെക്ഷനുകൾ അറിയാതെ DGP നേരിട്ടാണ് സ്ഥലം മാറ്റ ഉത്തരവിൽ ഒപ്പുവെച്ചത്. ആദ്യം അപ്രധാനമായ യു ബ്രാഞ്ചിലേക്കും പിന്നീട് SAPയിലേക്കുമാണ് കുമാരി ബീനയെ മാറ്റിയത്. പോലീസ് ആസ്ഥാനത്ത് 10 മാസം മാത്രമാണ് ബീന ജോലി ചെയ്തത്. 3 വർഷമാകാതെ സ്ഥലം മാറ്റരുതെന്നാണ് ചട്ടം. ബീനയ്ക്ക് പകരം സെൻകുമാറിന്റെ വിശ്വസ്തനായ സുരേഷ് ജി കൃഷ്ണനെ നിയമിച്ചു. പോലീസ് ആസ്ഥാനത്ത് ഫയൽ അനധികൃതമായി പകർപ്പെടുത്തതിന് മുൻ DGP സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥനാണ് സുരേഷ് ജി കൃഷ്ണ. നിയമന ഉത്തരവുകൾ ഭരണവിഭാഗം ADGPയോ അഡീഷണൽ IGയോ അറിഞ്ഞിട്ടില്ല. ചട്ടപ്രകാരം സ്ഥലം മാറ്റ ഉത്തരവിൽ ഒപ്പുവെക്കേണ്ടത് ഹെഡ്ക്വാർട്ടേഴ്സ് ADGPയാണ്. പോലീസ് ആസ്ഥാനത്തെ 2 സീനിയർ IPS ഉദ്യോഗസ്ഥരുടെ വാഹനം പിൻവലിക്കാനും നീക്കം നടക്കുന്നതാണ് വിവരം. അതേസമയം ചട്ടം ലംഘിച്ചുള്ള കൂട്ട സ്ഥലംമാറ്റത്തിൽ പോലീസ് ആസ്ഥാനത്ത് ജീവനക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ്. MR സജേഷ്, തിരുവനന്തപുരം. DGPയെ സ്ഥാനമേറ്റെടുത്ത ശേഷം സെൻകുമാർ നടത്തിയ സ്ഥലം മാറ്റത്തിനെതിരെ ടി ബ്രാഞ്ച് സീനിയർ സൂപ്രണ്ട് ബീനാകുമാരി പരാതി നൽകി. ചീഫ് സെക്രട്ടറിക്കും ആഭ്യന്തര സെക്രട്ടറിക്കുമാണ് പരാതി നൽകിയത്. ചട്ടവും കീഴ്വഴക്കങ്ങളിൽ ലംഘിച്ചെന്ന് കാട്ടിയാണ് പരാതി. ഒരു ദിവസം 2 തവണ ബീനാകുമാരിയെ സ്ഥലം മാറ്റിയിരുന്നു. പോലീസ് ആസ്ഥാനത്തെ ജീവനക്കാരും കൂട്ട സ്ഥലം മാറ്റത്തിൽ പ്രതിഷേധത്തിലാണ്. ചാരവൃത്തി ആരോപിച്ച് കുൽഭൂഷൺ ജാദവിന് പാകിസ്ഥാൻ വിധിച്ച വധശിക്ഷ രാജ്യാന്തര കോടതി സ്റ്റേ ചെയ്തു. ജാദവിന് വധശിക്ഷ വിധിച്ചതിലൂടെ വിയന്ന കൺവെൻഷൻ ഉടമ്പടി പാകിസ്ഥാൻ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ നൽകിയ ഹർജിയിലാണ് സ്റ്റേ. എന്നാൽ രാജ്യാന്തര കോടതി അധികാരപരിധി ലംഘിച്ചുവെന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തി. തിങ്കളാഴ്ച വീണ്ടും കേസ് വാദത്തിനെടുക്കുമ്പോൾ സ്റ്റേയ്ക്കെതിരെ വാദിക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിലാണ് പാകിസ്ഥാനുമേൽ വൻ സമ്മർദ്ദം നൽകി അന്താരാഷ്ട്ര കോടതിയിൽ നിന്നും ഇന്ത്യ അനുകൂല വിധി സമ്പാദിച്ചത്. ചാരവൃത്തി ആരോപിച്ച് കൽഭൂഷൺ ജാദവിനെതിരെ പാകിസ്ഥാൻ വിധിച്ച വധശിക്ഷ ഹേഗിലെ രാജ്യാന്തര കോടതി സ്റ്റേ ചെയ്തു. വിയന്ന കൺവെൻഷൻ ഉടമ്പടി ലംഘിച്ചാണ് പാകിസ്ഥാൻ കൽഭൂഷന്റെ വിചാരണ നടത്തിയെന്ന ഇന്ത്യയുടെ ആരോപണം രാജ്യാന്തര കോടതി അംഗീകരിച്ചാണ് സ്റ്റേ. ഇന്ത്യക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ വാദിച്ചു. രാജ്യാന്തര കോടതിയുടെ സ്റ്റേക്കെതിരെ പാകിസ്ഥാൻ രംഗത്തെത്തി. അധികാര പരിധി ലംഘിച്ചാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നു. കേസ് വീണ്ടും തിങ്കളാഴ്ച പരിഗണിക്കും. അന്ന് കോടതിക്ക് മുമ്പിൽ വധശിക്ഷയെ ന്യായീകരിക്കാനാണ് പാകിസ്ഥാന്റെ തീരുമാനം. എന്നാൽ എന്ത് വില കൊടുത്തും വധശിക്ഷ തടയുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് ദില്ലിയിൽ അറിയിച്ചു. വിധിയെ സ്വാഗതം ചെയ്യുന്നു. പാകിസ്ഥാൻ രാജ്യാന്തര ഉടമ്പടികൾ മുഴുവൻ ലംഘിച്ചതായി വിദേശകാര്യ വക്താവ് ചൂണ്ടിക്കാട്ടി. കൽഭൂഷന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് പാകിസ്ഥാൻ വെളിപ്പെടുത്തുന്നില്ല. 16 തവണ ഇന്ത്യയുടെ ഹർജി തള്ളിയ പാകിസ്ഥാൻ ജാദവിന്റെ മാതാവ് നൽകിയ ഹർജിയിൽ എന്ത് തീരുമാനമെടുത്തുവെന്ന് അറിയിക്കുന്നില്ലെന്നും വിദേശകാര്യ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആം ആദ്മി പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. അഴിമതി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പാർട്ടി MLA സൗരഭ് ഭരദ്വാജ് ആവശ്യപ്പെട്ടു. കെജ്രിവാളിനെതിരെ നിരാഹാര സമരം നടത്തുന്ന മുൻ മന്ത്രി കപിൽ മിശ്രയെ ആം ആദ്മി പ്രവർത്തകൻ ആക്രമിച്ചു. അഴിമതിക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്നും പാർട്ടി അണികളും ജനങ്ങളും തനിക്കൊപ്പമാണെന്നും കപിൽ മിശ്ര പീപ്പിൾ ടിവിയോട് പറഞ്ഞു. മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കപിൽ മിശ്ര മുഖ്യമന്ത്രി കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നിരാഹാര സമരം ആരംഭിച്ചത്. ആം ആദ്മി പാർട്ടി മന്ത്രിമാർ നടത്തിയ വിദേശയാത്രയ്ക്ക് എവിടെ നിന്നും പണം ലഭിച്ചു എന്ന കാര്യം കെജ്രിവാൾ വിശദീകരിക്കണം എന്ന ആവശ്യവുമായാണ് നിരാഹാര സമരം തുടരുന്നത്. നിരാഹാര സമരത്തിനിടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കപിൽ മിശ്രയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ആം ആദ്മി പ്രവർത്തകനെന്ന് സ്വയം പരിചയപ്പെടുത്തിയ അങ്കിത് ഭരദ്വാജ് എന്നയാളാണ് കപിൽ മിശ്രയെ ആക്രമിച്ചത്. കപിൽ മിശ്രയ്ക്ക് ഒപ്പമുള്ളവർ ഇയാളെ ഉടൻ തന്നെ പിടിച്ചുമാറ്റി. അഴിമതിക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്നും ആം ആദ്മി പാർട്ടി പ്രവർത്തകരും ജനങ്ങളും തനിക്കൊപ്പമാണെന്നും കപിൽ മിശ്ര പീപ്പിൾ ടിവിയോട് പറഞ്ഞു. People are supporting me from all across the city. You can go out and ask people. People know what is the truth. Public है, सब जानती है.
കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ എങ്ങനെ കൃത്രിമം കാട്ടാമെന്ന് അവതരിപ്പിച്ച് കാണിച്ച ആം ആദ്മി പാർട്ടി MLA സൗരവ് ഭരദ്വാജാണ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അഴിമതി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ കെജ്രിവാൾ മാറി നിൽക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. കെജ്രിവാളിന് മറ്റൊരു പ്രഹരമായി PWD അഴിമതിയിൽ ഭാര്യ സഹോദരന്റെ കമ്പനിക്കെതിരെ ദില്ലി അഴിമതി വിരുദ്ധ വിഭാഗം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അഴുക്കുചാലുകൾ പണിയാൻ കരാറെടുത്ത കമ്പനി പണം കൈപ്പറ്റുകയും എന്നാൽ പണി പൂർത്തീകരിക്കുകയും ചെയ്തില്ല എന്നതാണ് പരാതി. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് 377 ഹെക്ടർ ഭൂമി കയ്യേറ്റക്കാരുടെ കൈവശമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നത് ഇടുക്കി ജില്ലയിലെ KDH വില്ലേജിലാണ്. സ്പിരിറ്റിൻ ജീസസ് മേധാവി സക്കറിയ വെള്ളുക്കുന്നേലും സിറിൽ P. ജേക്കബുമാണ് കൂടുതൽ ഭൂമി കയ്യേറിയ വ്യക്തികളെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നത് ഇടുക്കി ജില്ലയിലാണ്. 110 ഹെക്ടർ ഭൂമി. വയനാട്ടിൽ 81, തിരുവനന്തപുരത്ത് 74, എറണാകുളത്ത് 31, കാസർഗോഡ് 22 ഹെക്ടറുമടക്കം ആകെ 377 ഹെക്ടർ ഭൂമിയാണ് സംസ്ഥാനത്ത് കയ്യേറിയിട്ടുള്ളതെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. ഇടുക്കിയിലെ കണ്ണൻദേവൻ ഹിൽസ് വില്ലേജാണ് ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി PC ജോർജിന്റെ ചോദ്യത്തിന് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. ചിന്നക്കനാൽ വാഗമൺ വില്ലേജിലെ സ്പിരിറ്റിൻ ജീസസ് മേധാവി സക്രിയ വള്ളുക്കുന്നേൽ, തൃപ്പൂണിത്തറ ചോയ്സ് വില്ലേജിലെ സിറിൽ P. ജേക്കബ് എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഭൂമി കയ്യേറിയ വ്യക്തികൾ. സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമിയുടെ കണക്കും മന്ത്രി നിയമസഭയിൽ വെച്ചു. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി, 54,097 ഹെക്ടർ. തിരുവനന്തപുരത്ത് 11,047, വയനാട് 99,062 ഹെക്ടറും സർക്കാരിന്റെ പക്കലുണ്ട്. അതേസമയം കാർഷിക വൃത്തിക്കായി പട്ടയം അനുവദിച്ച മിച്ചഭൂമി 20 വർഷത്തേക്ക് കൈമാറാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. ഇതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും റവന്യൂ മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ CPIM സഹകരണത്തെക്കുറിച്ച് വിശദമായ ചർച്ച വേണമെന്ന് കേരള കോൺഗ്രസ് M ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ് MLA. അടുത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഒരു മുന്നണിയിലേക്കും പോകാൻ കേരള കോൺഗ്രസ് M ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും മുന്നണിയിൽ ചേരുന്നതിനായുള്ള ചർച്ചകൾ നടന്നതായി അറിയില്ലെന്നും CF തോമസ് പറഞ്ഞു. സാഹചര്യങ്ങൾ വിലയിരുത്തി വിശദമായ ചർച്ചകൾക്ക് ശേഷമാകും മുന്നണിയിൽ ചേരുകയെന്നും CF തോമസ് കൂട്ടിച്ചേർത്തു. സംഭവം സംബന്ധിച്ച് വ്യത്യസ്തമായ ഭിന്ന അഭിപ്രായങ്ങൾ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നാൽ അങ്ങനെ വരാൻ തന്നെ ഒരു സാഹചര്യം എന്നായിരുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കും. ചരൽക്കുന്നിലെടുത്ത തീരുമാനം ഞങ്ങൾ തൽക്കാലം UDF-ൽ നിന്ന് വിട്ട് ഒറ്റയ്ക്ക് നിൽക്കുക. എന്നുകൊണ്ട് ഞങ്ങൾ LDF-ലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല, BJP-യിലെ NDA-യിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനവും കേരള കോൺഗ്രസ് വരെ എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കുന്നത് നല്ല ചർച്ചകൾക്ക് ശേഷം സാഹചര്യങ്ങൾ വിലയിരുത്തി ഒക്കെ ഞങ്ങൾ എടുക്കുകയുള്ളൂ. എനിക്ക് എൻ്റെ അറിവിൽ അങ്ങനെ ഇല്ല. കേരള കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഏതെങ്കിലും മുന്നണിയുമായിട്ട് ചേരത്തക്കവണ്ണം ഒരു ചർച്ചയും നടന്നതായിട്ട് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ എനിക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല അതിനെ സംബന്ധിച്ച് അങ്ങനെ നടന്നതായിട്ട്. KM മാണി വിഷയത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ വികാരത്തിനൊപ്പമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മാണിയുടെ UDF പ്രവേശനം അടഞ്ഞ അധ്യായമാണോ എന്ന ചോദ്യത്തിന് ഒരധ്യായവും ഇപ്പോൾ തുറക്കേണ്ടെന്നാണ് ലീഗ് നിലപാടെന്നും ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി ദില്ലിയിൽ പറഞ്ഞു. അത് ഒരധ്യായം ഇനിയിപ്പോൾ തുറക്കേണ്ട, ഭാവി കാര്യങ്ങളിലൊക്കെ ഭാവിയിൽ. ഇപ്പോൾ അത്രയേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ വികാരം മാനിച്ച് കോൺഗ്രസ് എടുത്ത നിലപാടിൽ ഞങ്ങൾ UDF ഘടകകക്ഷികളൊക്കെ അത് അപ്രീഷിയേറ്റ് ചെയ്തു, പിരിഞ്ഞു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അതിൻ്റെ യുക്തം പോലെ വരുന്ന ഘട്ടത്തിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ CPIM സ്വീകരിച്ച അടവ് നയം സ്വാഗതാർഹമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഫ്രാൻസിസ് ജോർജ്. BJP മുന്നണിയിലേക്ക് യാത്ര ചെയ്യുന്ന മാണിക്കൊപ്പം PJ ജോസഫ് നിൽക്കരുതെന്നും ഫ്രാൻസിസ് ജോർജിന്റെ ഓർമ്മപ്പെടുത്തൽ. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിന് CPIM പിന്തുണ നൽകിയത് UDF-നെയും ഘടകകക്ഷികളെയും ദുർബലമാക്കാനും ഭിന്നിപ്പിക്കാനുമുള്ള അടവ് നയത്തിന്റെ ഭാഗമാണ്. മാണിയുമായി രാഷ്ട്രീയ സഖ്യമായി മുന്നോട്ടു പോകില്ലെന്ന CPIM-ന്റെ പരസ്യ നിലപാട് സ്വാഗതാർഹമാണെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. UDF പ്രതിപക്ഷത്ത് നിൽക്കുന്നു. ആ UDF-നെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമാവധി ഒരു അടവ് നയമായി ഞങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ UDF-ലെ ഏതെങ്കിലും കക്ഷികളെ അടർത്തി മാറ്റാനോ അവരെ ഭിന്നിപ്പിക്കാനോ ഒക്കെയുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് അവർ ഒരു മറയും കൂടാതെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായ ത്രിശങ്കുവിൽ നിൽക്കുന്ന KM മാണിയും കൂട്ടരും BJP മുന്നണിയിലേക്കുള്ള യാത്രയിലാണ്. ഈ സാഹചര്യത്തിൽ PJ ജോസഫ് ഇനി മാണി ഗ്രൂപ്പിൽ നിൽക്കാതിരിക്കുകയാണ് നല്ലതെന്ന് ഫ്രാൻസിസ് ജോർജ് ഓർമ്മിപ്പിച്ചു.
നമുക്ക് UDF-ൽ സ്ഥാനമില്ല, നമുക്ക് LDF-ൽ നിവൃത്തിയില്ല, നമുക്ക് എവിടെയെങ്കിലും പോകണ്ടേ? അപ്പം നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നിൽക്കുന്ന കുമ്മനം രാജശേഖരന്റെ, നരേന്ദ്രമോദിയുടെ BJP NDA മുന്നണി ഇവിടെയുണ്ട്. നമുക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാ? ജോസഫ് സാർ ഇനി മാണി സാറിന്റെ ആ പാർട്ടിയിൽ നിൽക്കാതിരിക്കുകയാണ് നല്ലത്. LDF ഒരിക്കലും ജനാധിപത്യ കേരള കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ടില്ല. KM മാണിയുടെ LDF പ്രവേശനം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെയാകുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള കൊച്ചി മെട്രോയുടെ ട്രയൽ റൺ ആരംഭിച്ചു. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള 13 കിലോമീറ്റർ ദൂരപരിധിയിലാണ് പൂർണ്ണ സജ്ജീകരണങ്ങളോടെയുള്ള പരീക്ഷണ ഓട്ടം നടത്തുന്നത്. രാവിലെ 7 മണിയോടെയാണ് 4 ട്രെയിനുകൾ ഉപയോഗിച്ചുള്ള ട്രയൽ സർവീസ് ആരംഭിച്ചത്. 136 സീറ്റുകളാണ് ഓരോ ട്രെയിനിലുമുള്ളത്. യാത്രക്കാരില്ലെങ്കിലും 11 സ്റ്റേഷനുകളിലും നിർത്തി സമയക്രമം പാലിച്ചാണ് പരീക്ഷണയോട്ടം. അനൗൺസ്മെന്റിനൊപ്പം ട്രെയിനിനകത്തെ ഡിസ്പ്ലേകളിൽ ഓരോ സ്റ്റേഷനുകളുടെയും പേരുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആലുവ മുതൽ പാലാരിവട്ടം വരെ 13 കിലോമീറ്ററാണ് ദൂരം. ഈ ദൂരം ഓടിയെത്താൻ 20 മിനിറ്റ് മതി. മണിക്കൂറിൽ 34 കിലോമീറ്ററാണ് ശരാശരി വേഗം, സിഗ്നലുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം തുടങ്ങിയവയെല്ലാം പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഓട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. രാത്രി 9:30 വരെ തുടരുന്ന ട്രയൽ റണ്ണിൽ 142 സർവീസുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ദിവസം വരെ ട്രയൽ സർവീസ് നടത്താനാണ് KMRLന്റെ തീരുമാനം. കേന്ദ്ര മെട്രോ റെയിൽ സുരക്ഷാ കമ്മീഷണർ KA മനോഹറിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം 3 ദിവസത്തെ വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരുന്നു കൊച്ചി മെട്രോയ്ക്ക് സർവീസ് നടത്താൻ അനുമതി നൽകിയത്. ഉദ്ഘാടനം ഈ മാസം അവസാനമോ ജൂൺ ആദ്യമോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം ഉദ്ഘാടന സർവീസ് നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ മെട്രോ എന്ന ഖ്യാതിയും കൊച്ചി മെട്രോയ്ക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലപ്പുറം തിരൂരങ്ങാടി വെഞ്ചാരിക്കാപ്പ് വരണ്ടുണങ്ങിയതാണ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം കടുപ്പിച്ചത്. 4 നൂറ്റാണ്ടിന്റെ ആദ്യമായാണ് വെഞ്ചാരിക്കാപ്പ് ഉണങ്ങുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വരൾച്ച മലപ്പുറത്തുമുണ്ടായി. പ്രധാന ജലസ്രോതസ്സുകളായ കടലുണ്ടിപ്പുഴയും ഭാരതപ്പുഴയും നേരത്തെ വറ്റി. കടലുണ്ടിപ്പുഴയിൽ നിന്ന് വെള്ളമെത്തിയിരുന്ന തിരൂരങ്ങാടിയിലെ വെഞ്ചാരിക്കാപ്പ് വറ്റിയതാണ് ഈ പ്രദേശത്ത് കുടിവെള്ളം മുട്ടിച്ചത്. 4 നൂറ്റാണ്ടിനിടെ ആദ്യമായാണ് വെഞ്ചാരിക്കാപ്പ് വറ്റുന്നത്. തിരുവങ്ങാടി വെഞ്ചാരിയിലേക്ക് കടലുണ്ടിപ്പുഴ വഴിയാണ് വെള്ളം വരുന്നത്. ഈ പ്രാവശ്യം അവിടെ കീരനല്ലൂർ ന്യൂക്കെട്ടിൻ്റെ ആ ഭാഗത്ത് പാറയിൽ എന്ന സ്ഥലത്ത് അവിടെ താൽക്കാലിക തടയണ നിർമ്മിച്ചു. അവിടെ ശരിയായൊരു തടയണ നിർമ്മിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ വെള്ളം, ഈ കാപ്പിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കാപ്പിലെ വെള്ളം ഫുള്ള് ഒഴുകി പോവാം കടലുണ്ടിപ്പുഴ വഴി കടലിലേക്ക്. അത് കാരണം ഈ പ്രാവശ്യം കർഷകർക്കെല്ലാം ബുദ്ധിമുട്ടായി. വേനൽക്കാലത്ത് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി നന്നമ്പ്ര, ചുള്ളിപ്പാറ, വെന്നിയൂർ, തെയ്യാല, ചെറുമുക്ക് ഭാഗങ്ങളിലെ പ്രധാന ആശ്രയമായിരുന്നു ഇത്. അശാസ്ത്രീയമായ തടയണ നിർമ്മാണമാണ് വെഞ്ചാരിക്കാപ്പ് ഉണക്കിക്കളഞ്ഞതെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ ഇംഗ്ലീഷ് ക്ലാസുകൾ നൽകുന്നു. NCDC ചെയർമാൻ ബാബ അലക്സാണ്ടറാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. ക്ലാസുകളോടനുബന്ധിച്ച് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച വ്യക്തികൾക്ക് പുരസ്കാരവും നൽകും. കോഴിക്കോട് നടക്കുന്ന പരിശീലന പരിപാടി ഈ മാസം 14-നാണ് അവസാനിക്കുക. തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ സൈനിക ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരിച്ച നിലയിൽ കുൽഗാം സ്വദേശി ലഫ്റ്റനന്റ് കേണൽ ഉമർ ഫയാസാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് ഉമർ ഫയാസിനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് ഫയാസിനെ തട്ടിക്കൊണ്ടുപോയത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഫയാസ് സേനയിൽ ചേർന്നത്. ലണ്ടനിൽ ഒളിവിൽ കഴിയുന്ന വിജയ് മല്യയെ സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജൂലൈ 10-ന് ഹാജരാക്കാൻ വിജയ് മല്യയോട് നേരത്തെ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇക്കാര്യത്തിൽ ഇടപെടാനാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ബാങ്കുകളെ തട്ടിച്ച് ലണ്ടനിലേക്ക് കടന്ന കോടതിയലക്ഷ്യ കേസിൽ വിജയ് മല്യയോട് ജൂലൈ 10-ന് നേരിട്ട് ഹാജരാകാൻ ഇന്നലെ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇന്ത്യയിൽ അറസ്റ്റ് വാറന്റുള്ള മല്യ സുപ്രീം കോടതി ഉത്തരവ് അനുസരിക്കാനുള്ള സാധ്യത കുറവ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് വിഷയത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജൂലൈ 10-ന് മല്യ സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തണമെന്ന് ജസ്റ്റിസുമാരായ ആദർശ് കുമാർ ഗോയൽ, UU ലളിത് എന്നിവരുടെ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ ലണ്ടനിൽ കഴിയുന്ന മല്യ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടിക്കെതിരെ ലണ്ടനിൽ തന്നെ വിചാരണ നടത്തുന്നുണ്ട്. ജൂലൈ 10-നകം ഹാജരാകണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ലണ്ടനിലെ കോടതിയിൽ ഹാജരാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. ഇതുവഴി മല്യയെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാമെന്ന പ്രതീക്ഷയും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഡൽഹി. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയെ പ്രിൻസിപ്പൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പരാതി നൽകിയതിനെ തുടർന്ന് അധ്യാപികയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയതായി പരാതി. മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് പരാതിയുമായി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. എയ്ഡഡ് മേഖലയിൽ മാന്നാർ പ്രവർത്തിക്കുന്ന
നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് പ്രിൻസിപ്പലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. സ്കൂൾ സമയത്ത് ലാബിൽ കയറി വന്ന് പ്രിൻസിപ്പൽ തന്നെ കയറിപ്പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നും ഇവർ പരാതിയിൽ പറയുന്നു. ഇത്തരത്തിൽ പരാതി നൽകിയതോടെ യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെ സ്കൂൾ മാനേജ്മെന്റ് തന്നെ പുറത്താക്കുകയായിരുന്നുവെന്നും അധ്യാപിക പറയുന്നു. ലാബിൽ കയറുമെന്ന് എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്യായിരുന്നു. ഒരു സെക്ഷൽ അസോൾട്ടിനുള്ള രീതിയിൽ തന്നെയാണ് വന്ന് പെരുമാറിയത്. അന്നേരം ദൈവാനുഗ്രഹം കൊണ്ട് സൗണ്ട് ഉണ്ടാക്കിയത് കൊണ്ടും പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ഇതിൻ്റെ പുറത്ത് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്ന. പക്ഷെ ഞാനത് പറയുന്നത് ഇവരുടെ അധികാരവും പണവും ഉള്ളതുകൊണ്ട് ഇവരുടെ യാതൊന്നും നടക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പായതുകൊണ്ട് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നത്. സർക്കാർ നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് സ്കൂൾ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതെന്നും പ്രിൻസിപ്പൽ കൃത്രിമ രേഖകൾ ചമച്ചാണ് സ്ഥാനത്തെത്തിയതെന്നും ഇവർ പരാതിയിൽ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള പരാതികൾ വിജിലൻസ് അന്വേഷിച്ചു വരികയാണെന്നും ഇവർ പറഞ്ഞു. തനിക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിന്റെ പേരിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് തന്റെ ജോലി ഇപ്പോൾ നഷ്ടമായിരിക്കുന്നതെന്നും അധ്യാപിക പറയുന്നു. ഇതിനെതിരെ പോലീസിലടക്കം പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ലെന്നും ഇവർ പരാതിയിൽ സൂചിപ്പിക്കുന്നു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ICC പ്രസിഡന്റായി ശശാങ്ക് മനോഹർ തുടരും. 2018 ജൂൺ വരെ മനോഹർ ICC അധ്യക്ഷ സ്ഥാനത്തുണ്ടാകും. ICC ഡയറക്ടർമാരുടെ സമ്മർദ്ദം മൂലമാണ് മനോഹർ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള രാജി പിൻവലിച്ചത്. ICCയുടെ വരുമാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ശശാങ്ക് മനോഹർ വോട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് BCCIയിൽ നിന്നും ശക്തമായ എതിർപ്പാണ് മനോഹറിന് നേരിടേണ്ടി വന്നത്. തുടർന്ന് മനോഹർ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ക്ലീൻ ഇമേജുള്ള മനോഹറിന് അനുകൂലമായി മറ്റ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു. സുപ്രീം കോടതി നിയോഗിച്ച ഭരണസമിതി വരെ വിഷയത്തിൽ BCCIക്കെതിരെ തിരിഞ്ഞതോടെ ശ്യാം മനോഹർ രാജി പിൻവലിക്കുകയായിരുന്നു.